ലൈറ്റ്, കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് ഒരു ബ്ലൂ ലൈറ്റ് എനിക്ക് കാണാം, ഇരുട്ടല്ല കാണാം. അങ്ങനെ ഒരു ഇത് 2 പ്രാവശ്യവും 2 ദിവസമായിട്ടാണ് അതുണ്ടായിരുന്നത്. 2 ദിവസവും അത് ഉണ്ടായിരുന്നു. ടാഞ്ചിബിൾ എക്സ്പീരിയൻസ്, ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം ദൈവത്തിനെ. മറ്റേ നമുക്ക് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 21 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോയി. ഇപ്പോൾ ഹയർ ലെവൽ അന്ന് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആത്മജ്ഞാനം ഇങ്ങനെ ഉള്ളിൽ നിന്ന് തുറന്നു വരാൻ തുടങ്ങി. അതായത് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ ലോകത്തെ അറിയിക്കാനാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, ഞാനായിട്ടുള്ളത്. അതാണ് ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുള്ള ആ കാര്യം അതായിരുന്നു. പക്ഷെ അതൊന്നുമല്ല എൻ്റെ വഴി. ആത്മവഴിയാണ്, ആത്മീയമായിട്ടുള്ള എന്തോ വലിയ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ ലോകത്തോട് പറയാനോ അങ്ങനെ എന്തോ ആണ്. ഇത്രയൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് ഒരു ഉള്ളിൽ കിട്ടിയ കൺവിക്ഷൻ. ഞാൻ ഏതായാലും സമർപ്പിച്ചു, അതിൽ ഫുൾ ഓൺ ഞാൻ വെച്ചു. അത് ദൈവം തന്നെ തീരുമാനിച്ച് കൂടെ തന്ന പങ്കാളി, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം. എന്നിട്ട് അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ചികിത്സകളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഹെക്റ്റിക്കാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പോയിട്ടുള്ള വഴികൾ, ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞാൽ കണ്ടാൽ നമ്മളൊരു വീഡിയോ പിടിച്ചു പല കാര്യങ്ങൾ. പക്ഷേ എല്ലാത്തിനും എപ്പോഴും ആ ദൈവസ്നേഹം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കണ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അതിൽ പോകാവുന്നതിൻ്റെ ഹയസ്റ്റ് ലെവൽ വരെ പോയി. അപ്പോൾ അതിലിങ്ങനെ അതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ബോംബെയിലൊരു കാട് പോലെയുള്ള സ്ഥലത്ത് അവിടെ മോനെയും കൊണ്ട് ആണ് 10 ദിവസം അവിടെ പോയിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ. അങ്ങനെ ഞാൻ ഒരു സന്യാസി മൈൻഡ് സെറ്റാണ് ഉള്ളിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അതുപോലൊരു പരിത്യാഗത്തിൻ്റെ വഴിയിൽ പോകണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിനൂടെ ചേർന്ന് നിൽക്കും. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് മോനെയും കൂടെ കൊണ്ടുപോയിട്ട് ഭയങ്കര രസമുള്ള സംഭവങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ബുക്കിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇതെല്ലാം പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് നമ്മൾ പാമ്പൊക്കെ ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വാതിലും ജനലും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെറുതെ ഉള്ളൊരു സ്ഥലത്തൊക്കെയാണ് നമ്മൾ കിടന്നുറങ്ങുക. ഒരു 10 ദിവസം അത് കൊടും തണുപ്പാണ് ആ സമയത്ത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നമ്മളങ്ങനെ ഒരുപാട് വഴിയിലൂടെ ദൈവം കൊണ്ടുപോയി. കർത്താവ് എന്നുള്ളൊരു ഇതിലല്ല, ഞാൻ ദൈവത്തെ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പോൾ ആദ്യം തൊട്ടേ ഹെവൻലി ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന നമ്മൾ സെൻറ്റ് റിസസിലായതുകൊണ്ട് നമ്മൾ ഓരോ പീരീഡ് കഴിയുമ്പോഴും ചെയ്യണോണ്ട് ഇൻ ദ നെയിം ഓഫ് ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഹയസ്റ്റ് ലെവലിലെത്തി, അതായത് മാസ്റ്റർ ലെവലിലെത്തി. അതിൻ്റെ കൂടെ അത് പഠിപ്പിക്കുന്ന വിധത്തിൽ ഇടയ്ക്കൊക്കെ സെമിനാറുകളൊക്കെ എടുത്തു, ആൾക്കാരെ ഇനിഷ്യേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവർക്കൊക്കെ ഭയങ്കര അനുഭവമാണ്. അവർക്കൊക്കെ ആ ഒരു ശരിക്കും ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ള ഈ അനുഭവം, എനിക്ക് അന്ന് ഉണ്ടായിരുന്ന ഒരു അനുഭവം വേറെ ആർക്കും ഇല്ല. അവിടെ 45 പേരുണ്ടായിരുന്നു, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി പലപ്പോഴും എനിക്ക് പരിശുദ്ധാത്മാവ് തന്നെ ആ ഒരു സാഹചര്യത്തെ ഉപയോഗിച്ചിട്ട് എന്നിലേക്ക് വന്നതായിട്ടാണ്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഭയങ്കരമായിട്ട് തുറന്നു വന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അപ്പം ഞാൻ വർക്ക് ചെയ്യണില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അക്കാഡമിക് മനസ്സിലാക്കലിലൂടെ അല്ല, നമ്മുടെ മനഃശാസ്ത്രം മുഴുവനും സൈക്കോളജിക്കൽ ട്രൂത്ത് എല്ലാം ശരിക്കും സ്പിരിച്വൽ ആത്മജ്ഞാനത്തിലൂടെയാണ് നമുക്ക് ഒരു ആളുടെ മനസ്സ് വർക്ക് ചെയ്യണത്, മനസ്സ് പോകുന്ന വഴികൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മൾ അക്കാഡമിക്കലി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനോരോഗങ്ങളെക്കുറിച്ച് പഠിക്കും, മനസ്സിൻ്റെ കുറേ ആട്രിബ്യൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആഴമുള്ള മേഖലകൾ എനിക്കിങ്ങനെ തുറന്നു തരുന്നതനുസരിച്ച്, പക്ഷെ അറിയുന്തോറും ആ ദൈവത്തെയോടുള്ള ഒരു സ്നേഹവും കൊതി ഇങ്ങനെ കൂടി വന്നു. ഒരു ഭയങ്കര എപ്പോഴൊക്കെ മോൻ്റെ കാര്യം വെച്ചാണ് തുടങ്ങിയതെങ്കിലും എപ്പോഴോ അത് പോയിട്ട് അതൊരു പാഷനായി മാറി. ഇങ്ങനെ ഭയങ്കര ഒരു പാഷൻ വന്നിട്ട് എന്തൊക്കെ അച്ഛൻ മരിക്കണ ദിവസം പോലും ഞാൻ ആ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഞാൻ ആ ദൈവമായിട്ടുള്ള ഒരു പ്രെയർ ടൈം അത് മാറ്റി വെച്ചിട്ടില്ല. അതൊക്കെ ഭയങ്കര ഒരുപാട് അത്ഭുതങ്ങൾ അതിൻ്റെ ഇടയിൽ ദൈവം ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അതൊക്കെ മരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട്
കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് എനിക്ക് കിട്ടണില്ല, പക്ഷേ ഇതിൻ്റെ ഹയസ്റ്റ് ലെവലിലെത്തി. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ദാഹം തീർന്നിട്ടില്ല. എൻ്റെ ഹൃദയത്തിനകത്തുള്ളൊരു ദാഹം എനിക്കിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും അതിൻ്റെ അടുത്ത ലെവലിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ക്രിയായോഗ, അതിൻ്റെ ഇടയിൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ വായിക്കാൻ ഓഷോ, കൃഷ്ണമൂർത്തി, ഇപ്പം അതൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് അതൊക്കെ അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ സ്പിരിച്വൽ ആത്മവഴിയിൽ അന്വേഷണത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ ഓഷോ അല്ലെങ്കിൽ കൃഷ്ണമൂർത്തിയൊക്കെ ഓരോരോ പാത്തുകൾ, ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് അതെല്ലാം. അങ്ങനെ അതിൽ ബുദ്ധൻ്റെ വിപസന, ഓരോ ഓഷോയുടെ വിജ്ഞാന ഭൈരവതന്ത്രയിൽ 112 മെഡിറ്റേഷൻസ്, ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കണം 112 മെഡിറ്റേഷൻസ് ഉണ്ട്. അതിൽ 112 ഞാൻ ചെയ്തു. കാരണം ഇത് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ ആ ദാഹം തീരുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോന്നും ഇവോൾവ് ചെയ്തുകൊണ്ടിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അത് കിട്ടിയിട്ടില്ല, അകത്തുള്ള ആ സ്പേസ് ഫില്ലാവണില്ല. അങ്ങനെ വീണ്ടും അതിൻ്റെ അടുത്ത് വിപസന, ബുദ്ധൻ്റെ വിപസന ആ പ്രാക്ടീസും, അതുപോലെ മന്ത്രയോ പല ഒരുപാട് മന്ത്രം ജപിക്കലും പരിപാടികളും ഒക്കെ. അപ്പോൾ അധികം മതപരമായിട്ടുള്ള രീതികളിനേക്കാൾ കൂടുതൽ ആത്മീയമായിട്ടുള്ള രീതികളായിരുന്നു. പക്ഷെ വായന ഉണ്ടായിരുന്നു, ഉപനിഷത്തുക്കളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും ഇതെല്ലാം വായിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നിർമ്മാല്യമൊക്കെ തൊഴാൻ പോകുമായിരുന്നു ശിവൻ്റെ ഒരു ഇതിൽ, അങ്ങനെ അതൊക്കെ ചെയ്യുമായിരുന്നു. പുലർച്ചെ 3:30 എണീറ്റ് കുളിച്ചൊക്കെ ദിവസവും കോരിച്ചൊരിയുടെ മഴയത്താണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും, തുറക്കുമ്പോൾ അമ്പലം തുറക്കുന്ന സമയത്തുണ്ടാവും. അങ്ങനത്തെ ആ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി ഓരോന്ന് പോയി അതിൻ്റെ ഹയസ്റ്റ് ലെവൽ വരെ പോവും. കിട്ടിയിട്ടില്ല. ക്രിയായോഗയെ പറ്റി പറഞ്ഞു. YSSൻ്റെ ഒരു 4.5 വർഷത്തെ കോഴ്സാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ട് അവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പുകൾ, സന്യാസിമാർ വരും, കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ YSSൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി വായിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരിക്കലും ഒരു മെഡിറ്റേഷൻ വേറൊരു എൻ്റെ കൂടെ സ്പിരിച്വൽ ട്രെയിനിങ് വേറെ ചെയ്തിരുന്ന ഒരു മാസ്റ്റർ വന്നിട്ട് എന്നെ വിളിക്കുകയാണ്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പോണ സമയത്ത് പെട്ടെന്ന് എനിക്ക് കുറച്ച് സമയത്തേക്ക് ഞാൻ ശ്വസിക്കണില്ല. ഞാൻ ഒരു പ്രത്യേക പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ ഞാൻ ശ്രദ്ധിക്കുകയാണ്, എനിക്ക് എൻ്റെ ശ്വാസം പുറത്തേക്കും അകത്തേക്കും ഞാൻ വലിക്കണില്ല, ശ്വാസം ഇങ്ങനെ സ്റ്റില്ലാണ്. അതെന്താണെന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്താണ് ഞാൻ അവരോട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷെ വളരെ പ്ലെസൻ്റാണ്. പക്ഷെ ശ്വാസം മുട്ടുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടില്ലേ, ഇതങ്ങനെയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ വളരെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ, ഗുരുതുല്യരായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അന്ന് ഞാൻ 20s പ്രായം. അപ്പോൾ 20s 26-27 വയസ്സിലൊക്കെ ഇത്രയധികം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അതായത് ഭയങ്കരമായിട്ട് ആത്മീയത ഇങ്ങനെ കൂടി ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യണ്ട എന്നുള്ള ഒരു മറുപടി എനിക്ക് കിട്ടിയുള്ളൂ. ശരിക്കുള്ള ഒരു മറുപടി അല്ല കിട്ടിയത്. പക്ഷേ ഈ ബുക്ക് വായിച്ചു, ബയോഗ്രഫി ഓഫ് യോഗിയിൽ വായിക്കുമ്പോൾ എനിക്ക് ഈ സസ്പെൻഡഡ് ആനിമേഷൻ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത് സമാധി അവസ്ഥയുടെ ഒരു ഗ്ലിംസാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ അന്ന് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ്. അന്ന് ഓരോരോ ലെവലിലേക്ക് ഇങ്ങനെ കയറുകയാണ്, ഓരോ എക്സ്പീരിയൻസുകൾ നിറയാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് സ്കൂൾ ഓഫ് ഏൻഷ്യൻ്റ് വിസ്ഡം. അപ്പോൾ അവർ ഗൃഹസ്ഥാശ്രമികൾക്ക്, അതായത് സന്യാസിമാർക്കേ മുഴുവനും ക്രിയ കൊടുക്കുള്ളൂ. അപ്പോൾ അത് മുഴുവനും കിട്ടാൻ വേണ്ടി ഞാൻ മറ്റവരത് മുഴുവനും തരില്ല, നമ്മൾ ഗൃഹസ്ഥാശ്രമികളല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്കത് തരില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു സ്കൂൾ ഓഫ് തോട്ടിൽ പോയി, സ്കൂൾ ഓഫ് ഏൻഷ്യൻ്റ് വിസ്ഡത്തിൽ ബാബാജിയുടെ ഒരു ഇതിൽ. ഞാൻ ഇതൊക്കെ ഇത്ര വിസ്തരിച്ച് പറയണത് എന്തിനാണെന്നറിയോ, ഈ വഴിയിലെല്ലാം കൂടി കിടക്കണവർക്കൊക്കെ മനസ്സിലാവാനാണ്. ഞാൻ കണ്ടറിഞ്ഞ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ വെച്ച് എനിക്ക് ഫുൾ ബ്ലോൺ സമാധി, അതായത് സമാധി അവസ്ഥ എന്ന് പറയണ ആ ഒരു യോഗി ഫുൾ ബ്ലോൺ, അതായത് ശ്വാസം എടുക്കാതെ ആ സമാധി അവസ്ഥയിൽ ഉള്ള ഒരു ഇതിൽ ഫുള്ളായിട്ട് അങ്ങനെ ആയത് അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ആയത്. അങ്ങനെ ഈ അനുഭവം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിലുള്ള ദാഹം തീർന്നിട്ടില്ല. എൻ്റെ ഉള്ളിൽ ദൈവത്തെ കിട്ടി എന്ന് എനിക്ക് ഒരു ഫില്ലായിട്ടില്ല. ഉള്ളിലൊരു ഇതൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു ആത്മസന്തോഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു ഫീലിംഗ് ആണ് എൻ്റെ ഉള്ളിൽ. എവിടെ ഒരു സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അതിൻ്റെ ഹയസ്റ്റ് ലെവലിലെത്തി, എന്നിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും അവസാനം പിന്നെ
ശ്രീവിദ്യോപാസന, അത് പിന്നെയുള്ളത് ഹംസവിദ്യ, ശ്രീവിദ്യോപാസന. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ആത്മവഴി നമ്മുടെ ഈ വഴി പോയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ വിത്തിൻ ദ റിലിജൻ ആയാലും ശരി, വിത്തൗട്ട് ദ റിലിജൻ, ഔട്ട്സൈഡ് ദ റിലിജൻ ആയാലും ശരി, പിന്നെ ഒന്ന് ഇല്ല, നമുക്ക് പോകാനൊരു വഴിയില്ല എന്ന് ഉള്ള മനസ്സിലാക്കലിൽ ഇത് വളരെ തീക്ഷ്ണത. പക്ഷെ അതിൽ ഭയങ്കര സ്ട്രിഞ്ചൻറ്റ് പ്രാക്ടീസസ് ആണ് കേട്ടോ. ഇപ്പം ഇതിലെല്ലാം നമ്മൾ നേരത്തെ നമ്മൾ യോഗ ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ട്, കുറേ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു എല്ലാ ആഴ്ചയും ഒരു ദിവസം നമ്മൾ സൈലൻസും, ഫാസ്റ്റിംഗ് മാത്രമല്ല സൈലൻസും കൂടി എടുക്കണം. എന്നിട്ട് ജലപാനം ചെയ്യാതെ നമ്മൾ 24 മണിക്കൂർ അങ്ങനെ ചെയ്യണം. അതുപോലെ ടോട്ടൽ വെജിറ്റേറിയനിസം അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ബിൽഡപ്പ് ആ ഒരു കുറേ നാൾ കൊണ്ടുള്ള ഒരു പ്രാക്ടീസിൽ അങ്ങനെ പോകണ്ടായിരുന്നുകൊണ്ട് അതൊന്നും വലിയൊരു പ്രശ്നമായിരുന്നില്ല. ഫാസ്റ്റിംഗ് ആണെങ്കിലും ഞാൻ അങ്ങനെ റിലിജൻ്റെ ഇതിൽ പ്രദോഷവ്രതം, ഏകാദശി വ്രതം അങ്ങനെയൊക്കെ കുറേ എടുത്തിരുന്നുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അത് 13 ആഴ്ച നമ്മൾക്കത് ചെയ്യാൻ പറ്റിയാലേ ഇത് കിട്ടാനുള്ള യോഗ്യതയാവുള്ളൂ. അങ്ങനെ ശ്രീവിദ്യയുടെ ഫസ്റ്റ് 4 ലെവൽസ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ശ്രീവിദ്യ ഭയങ്കര ഒരു ഈ പ്രാക്ടീസാണ്. എന്നുവെച്ചാൽ ഈ എന്താ പറയുക, സാധാരണ ആൾക്കാർ ഒരു യോഗ ചെയ്യണത് പോലെയോ തന്ത്ര അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ചെയ്യണ പോലെയുള്ള ഒരു കാര്യമല്ല ശ്രീവിദ്യ. അതും സമയാചാരത്തിലാണ് ഞാൻ ചെയ്യണത്. അതായത് ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ സ്പൈനിൽ കൂടെ ഉയർത്തി ബ്രെയിനിൽ കൊണ്ട്, അത് ശിവശക്തി ഐക്യം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് ശ്വാസം കൊണ്ട് മന്ത്രം ജപിച്ചിട്ടാണ്. അതായത് നമ്മൾ സംസാരിക്കുകയൊന്നുമല്ല ചെയ്യുക, ശ്വാസം കൊണ്ട് മന്ത്രം ജപിച്ച് ഓം അകത്ത് കേട്ട് അങ്ങനെയൊക്കെ. അതുപോലെ നമ്മളിങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി വന്നു കഴിയുമ്പോൾ ഒരു വേറൊരു തലത്തിലേക്കാണ് അത് ദൈവം, ആത്മാവായ ദൈവത്തിനെ തന്നെയാണ് അവിടെ ആരാധിക്കണം. പുറമേക്കുള്ള ആരാധനയില്ല. ശ്രീവിദ്യ ചെയ്യാൻ തുടങ്ങുന്ന ആൾ സമയാചാരത്തിൽ ചെയ്യണവർ പിന്നെ ക്ഷേത്രത്തിലൊന്നും പോകരുത്, പോവുകയാണെങ്കിൽ തന്നെ വിഗ്രഹത്തിന് ആരാധിക്കണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും ഞാൻ പെട്ടെന്ന് അതായത് 15-20 വർഷം കൊണ്ടൊക്കെയാണ് ആൾക്കാർ 8 ലെവലിലൊക്കെ എത്തുള്ളൂ നോർമലി. പക്ഷേ ഇത് ഓരോ ലെവൽ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗുരു ഇങ്ങനെ നമ്മളെ, ഇപ്പോൾ ഹംസവിദ്യാലയം എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ഇന്ത്യയിൽ, അവിടെ അദ്ദേഹം മാത്രമേ അത് പഠിപ്പിക്കേണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്നാണ് ഞാനത് പഠിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഓരോ പ്രാവശ്യം കാണുമ്പോഴും എനിക്കൊരു ഭയങ്കര കൊതിയാണ് അടുത്തടുത്ത ലെവലിൽ പോകാൻ. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ അദ്ദേഹം എനിക്ക് ഖേജരി മുദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ശ്വാസം നമ്മുടെ മൂക്കിൽ കൂടെ 10% പോവുള്ളൂ, ബാക്കി അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പോയാൽ ഞാൻ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അത് കട്ട് ഷോട്ട് ചെയ്യണത്. ഞാൻ ബുക്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട്. അപ്പോൾ എന്നിട്ട് ഇത് ശ്വാസം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും നമ്മൾ അടുത്തേക്ക് പോകാനുള്ള ഇതായോന്ന്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത്, നീ വളരെ ഉയർന്ന സാധകയാണ്, അതുകൊണ്ട് ഭയങ്കര അൺയൂഷ്വൽ പേസിലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണത് എന്നൊക്കെ പറയായിരുന്നു. അദ്ദേഹം ഞാൻ അതുവരെ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ എന്നെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞ് അതിൻ്റെ 8ാമത്തെ ലെവലാണ്. അതിന് കഴിഞ്ഞ പിന്നെ ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കുംഭമേളയ്ക്ക് പോയി. 2013 കുംഭമേളയ്ക്ക് പോയിട്ട് അവിടെയും ഭയങ്കര അനുഭവങ്ങളൊക്കെ ഉണ്ട്. ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ച് ശരിക്കും സരസ്വതി എന്ന് പറഞ്ഞാൽ ഈഥറിക് റിവറാണ്. ആ ഈഥറിക് റിവറിനെ, അതായത് ഗംഗ, യമുന, സരസ്വതി 3 നദികൾ കൂടി ചേർന്ന കോൺഫ്ലുവൻസ് ത്രിവേണി സംഗമത്തിലാണ് ഈ കുംഭമേളയുടെ ഒരു വസന്ത പഞ്ചമി ദിവസത്തിലാണ് ഞാൻ സ്നാനം. അവിടെയും ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ അതിൽ ആ ഒരു ഹോളി ആവും. ആ സമയത്ത് ആ വെള്ളം അതിൽ നമ്മൾ മുങ്ങി നിവരണം. അത് കൊടും തണുപ്പത്താണ് കേട്ടോ. നോർത്ത് ഇന്ത്യയാണ്, അലഹബാദാണ്, പ്രയാഗിൻ്റെ ഗംഗയുടെ തീരത്ത് കിടന്ന് ആ ഒരു വൈക്കോല് വിരിച്ച്, താഴെ വൈക്കോല് മാത്രമേ ഉള്ളൂ, ടെൻ്റാണ്. അതിൽ ഗംഗയുടെ തീരത്തുള്ള തടങ്ങളിൽ കിടന്നിട്ടാണ്. ഇപ്പോൾ സ്ലീപ്പിംഗ് ബാഗൊക്കെ കൊണ്ടുപോകും, കാരണം കൊടും തണുപ്പാണ്. വിൻ്ററാണല്ലേ, ഫെബ്രുവരിയിലാണ്, ജനുവരി ഫെബ്രുവരി ആ സമയത്താണ് അവർ. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് ശരിക്കും നമ്മൾ എല്ലാം ഫുൾ ഓൺ വിൻ്റർ വെയറൊക്കെ ഇട്ടിട്ടാണ് പോണത്. പക്ഷേ മുകളിൽ ചെന്ന് നമ്മൾ ഈ ഹോളി ഡിപ്പ് എടുക്കുന്ന സ്ഥലത്ത്, മൂന്നും നദികൾ ചേർന്ന സ്ഥലത്താണ്
ഇത് എടുക്കണം. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ സൂചി കുത്തുന്ന തണുപ്പാണ് വെള്ളത്തിലേക്ക് കൈ തൊട്ട് നോക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ ഈ സ്വെറ്റർ ഇട്ട ആൾക്കാർ പോയ ആൾക്കാർ നമ്മൾ മുങ്ങേണ്ടത് ഈ വെള്ളത്തിലാണ്. അവിടെ വരെ പോയത് വെറുതെ ആയോ ഈശ്വര എന്നുള്ള ഒരു ചിന്തയിലാണ് അന്ന് ഇതാക്കുമ്പോഴും ഞാൻ അതിൽ ഇവിടെ വന്നത് ചെയ്തിട്ടേ പോവുള്ളൂ എന്നുള്ള ഒരു ഇതിൽ. പക്ഷെ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും എന്നെ ഒരു വാംത്ത് വന്ന് എൻഗൾഫ് ചെയ്തു. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ. അതുപോലെ ഒരു വെൽവെറ്റ് പോലെ ഒരു സ്ഥലത്ത് ഞാൻ ചവിട്ടണതായി എനിക്ക് തോന്നി. അതൊക്കെ അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറി വന്നു. ഞങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരും. അങ്ങനെ 7 ഹോളി ഡിപ്പ് എടുക്കണം. അതായത് ഒന്ന് നമുക്ക് വേണ്ടി, ഒന്ന് നമ്മളുടെ ആത്മാവിന് വേണ്ടി, പേരൻസിന് വേണ്ടി, ഫോർ ഫാദേഴ്സിനെല്ലാം വേണ്ടി, പിന്നെ നമ്മളിലൂടെ ശിഷ്യഗണങ്ങൾക്ക് വേണ്ടി, അങ്ങനെയൊക്കെ ഓരോരോ ആൾക്കാർ, മുഴുവൻ ലോകത്തിന് വേണ്ടിയൊക്കെ അങ്ങനെ 7 പ്രാവശ്യം പോകണം. അതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വെൽവെറ്റ് പോലെയുള്ള സ്ഥലം ഈഥറിക് റിവർ സരസ്വതി ആയിരുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് അറിയണ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ആ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഗംഗ ബ്രൗൺ കളറിലും യമുന പച്ച നിറത്തിലും കാണാം നമുക്ക്. ഈ സരസ്വതി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ 2 നദിയെ കാണുള്ളൂ. ഇൻ ഇഫക്റ്റ് 2 നദിയെ കാണാനുള്ളൂ. പക്ഷെ ഗംഗ ശരിക്കും ഈ കലക്കവെള്ളം പോലെ ഇരിക്കുക. അത്രയും ബ്രൗൺ ആണ് ഗംഗയുടെ നിറം. ഭയങ്കര മാസീവായിട്ടാണ് കൊടുക്കണം കേട്ടോ ആ സമയത്ത്. പിന്നെ അപ്പോൾ ഞാനിങ്ങനെ എനിക്കും സരസ്വതി കണ്ടില്ലല്ലോ എന്ന് നമുക്ക് ഉള്ളിലിങ്ങനെ ചിന്തയുണ്ട്. അപ്പോൾ ഞാനൊരു ബിഹാറി ഫാമിലിയുടെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു ആൻറ്റിയോട് അവരുടെ മരുമകൾ ചോദിക്കുകയാണ്, നമ്മൾ സരസ്വതി കണ്ടില്ലെന്ന് വെച്ചപ്പോൾ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സരസ്വതി ഈഥറിക് റിവറാണത്. സ്വർഗത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അതിൻ്റെ വെള്ള ബാങ്കുകളായിട്ട് തോന്നും. പക്ഷേ വെളുത്ത ഭാഗം അതിൻ്റെ തെളിവെള്ളത്തിൽ അതിൻ്റെ റിവർ ബാങ്ക് മാത്രം വെള്ളയായി കാണാൻ പറ്റും. പക്ഷേ അത് അത് എല്ലാവർക്കും കാണാൻ പറ്റില്ല. അത് അനുഭവിക്കാൻ പറ്റും. അത് വിദ്യയുടെ കടാക്ഷമുള്ളവർക്ക്, ജ്ഞാനം ഭയങ്കരമായിട്ട് സരസ്വതിയുടെ ഭയങ്കര കടാക്ഷമുള്ളവർക്ക് അത് അനുഭവിക്കാൻ പറ്റും. അതപ്പോൾ അവർ ചോദിക്കുക അതെങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയാം वो एकदम रेशम सी होती है. അവർ പറയുകയാണ് അത് ഒരു വെൽവെറ്റ് പോലെ, അത് സിൽക്ക് പോലെയാണ് ഉണ്ടാവുക. അതായത് ഞാൻ അവിടെ ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു സിൽക്ക് പോലെ സ്ഥലത്ത്, അപ്പം ഞാൻ വിചാരിക്കുന്നത് ആരുടെയെങ്കിലും ഷോളാണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചവിട്ടി നോക്കുന്നുണ്ട്. ആ അനുഭവം ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ ആ അനുഭവിച്ച അനുഭവം ഇവരുടെ ഭയങ്കര, അതായത് ഞാൻ അവരോട് പറയണമെന്നില്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന കൺഫർമേഷൻ എപ്പോഴും എനിക്ക് അങ്ങനെയായിരുന്നു. അതായത് ഞാനൊരു ആത്മാനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അതിന് ശേഷം ആ അനുഭവത്തെക്കുറിച്ച്, അതായത് മനസ്സുണ്ടാക്കിയതല്ല എന്ന് ഒരു ഉറപ്പ് തരാൻ വേണ്ടിയിട്ടായിരുന്നിരിക്കും ചിലപ്പോൾ. പലപ്പോഴും ദൈവം എന്നെ അങ്ങനെ ആണ് ചെയ്തിരുന്നത്. ഓരോ പ്രാവശ്യവും ഞാൻ അനുഭവിക്കും, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുള്ളൂ. അങ്ങനെ അത് ഞങ്ങൾ തിരിച്ചു വന്നു. അതിനകത്തൊക്കെ കുറേ രസങ്ങളുള്ള സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശ്രീവിദ്യ ഉപാസന കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ശ്രീവിദ്യയുടെ 8ാമത്തെ ലെവല് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതിലും കൂടി ഈശ്വരനെ കിട്ടിയിട്ടില്ല, ആ വോയിഡ് ഫില്ലായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാതെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞാനത് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ 8ാമത്തെ ലെവലിൽ ഞാൻ യോനി സിദ്ധാസന എന്ന് പറഞ്ഞൊരു പോസ്റ്ററിലാണ് ഇരിക്കുന്നത്. കണ്ണ് തുറന്നിട്ടാണ് ചെയ്യുക, കണ്ണടച്ച് വെളിച്ചത്തെ ഉപാസിക്കുന്നവരാണെന്നാണ്. അപ്പോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാനൊരു ചുഴിയിൽ പെട്ട പോലെ, അതായത് എൻ്റെ ആത്മാവിലാണ് കേട്ടോ, ശരീരം ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ശരീരം ഇങ്ങനെ ഫ്രോസൺ ആയിപ്പോയി. എൻ്റെ ശരീരം ഇങ്ങനെ ഐസ് പോലെയായി. എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ ഞാനിങ്ങനെ ഒരു ഇരുണ്ട ഗർത്തമാണോ ടണലാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നെ ഇങ്ങനെ സക്ക് ചെയ്ത് കൊണ്ടുപോകണം. എന്തോ ഒരു ഭയങ്കര ശക്തി, ഇങ്ങനെ ഞാനൊരു ബോട്ടംലെസ് പിറ്റ് എന്നൊക്കെ പറയാം. ഞാനിങ്ങനെ അതിശക്തമായ വേഗതയിലാണ് ഞാൻ വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തീരണില്ല. ഈ കുഴിയിലേക്ക്, ഈ ഒരു ബോട്ടംലെസ് പിറ്റിലേക്ക് ഞാൻ വീഴും പോലെ ഞാനിങ്ങനെ, അപ്പോൾ ഞാൻ ആത്മാവിൽ അലറി കരയാണ്. എനിക്ക് അവിടുന്ന് എന്താ ചെയ്യാന്നറിയില്ല. അതുപോലത്തെ ഫിയർ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടുന്ന് എണീക്കാൻ പറ്റില്ല, ഇവിടുന്ന് എനിക്കിനി എൻ്റെ മോനെ കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ഉള്ളിങ്ങനെ കരഞ്ഞിട്ട് ഫിയർ കൊണ്ട് ഞാൻ കലറി വിളിക്കുകയാണ്. അപ്പോൾ ശിവനെ വിളിക്കുകയാണ്, കൃഷ്ണനെ വിളിക്കുകയാണ്. ഞാൻ അതുവരെ ഉപാസിച്ചിരുന്ന മൂർത്തികളെ മുഴുവനും വിളിച്ച്
എല്ലാ ഗുരുക്കന്മാരെയും വിളിക്കുകയാണ്. അപ്പോൾ ഓരോന്ന് ഞാൻ വിളിക്കുമ്പോൾ, ശിവനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണനെ വിളിക്കുമ്പോൾ ഒരു കൃഷ്ണൻ എൻ്റെ ഉള്ളിൽ നിന്ന് വരും. എന്നിട്ട് ഞാനും ഈ വിളിക്കുന്ന മൂർത്തിയായിട്ട് ഒരു കണക്ഷൻ കാണാം. ഒരു വള്ളി കൊണ്ടുള്ള ഒരു വെളിച്ചം കൊണ്ടുള്ള ഒരു വള്ളി പോലെ കാണാം. ഞാൻ പെട്ടെന്ന് ഈ വള്ളി പൊട്ടിപ്പോണു. ഈ കൃഷ്ണൻ തെറിച്ചുപോയി, ഞാൻ താഴേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ അടുത്ത പേര് വിളിക്കുകയാണ് ഞാനപ്പോൾ. അപ്പോൾ ഈ വിളിക്കണ പേരുകളെല്ലാം ഇങ്ങനെ തെറിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന്, പിന്നെ ഗുരുക്കന്മാരാരുമില്ല, വിളിക്കാൻ ഇനി ആരുമില്ല, എല്ലാം പൊട്ടിത്തീർന്നിട്ട് ഏറ്റവും അവസാനം എനിക്ക് വേറെ പേരില്ല. ചിലപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നിരിക്കും. യേശുവേ എന്നുള്ള പേര് അന്തോണീസ് പുണ്യാളനെയൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ നിൽക്കണില്ല, എല്ലാം പോയി. എനിക്ക് ഒന്നിലും വീഴ്ച നിൽക്കാതെ യേശുവേ എന്നൊരു വിളിച്ചപ്പോൾ ഒറ്റ ബ്രേക്ക് ഇട്ട പോലെ ഒറ്റ നിപ്പാണ്. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. ആ സഡൻ ബ്രേക്കിൽ പെട്ടെന്ന് ഞാൻ ആ താഴത്തേക്ക് പോയിരുന്ന ഞാൻ ഇങ്ങനെ ഉയർന്ന് മെല്ലെ, ഹല്ലേലൂയ, ഞാൻ വീണുപോയ ആ വീഴ്ചയിൽ നിന്ന് അത് ഫോൾ എന്ന് പറഞ്ഞാൽ വെറും ഫോളല്ല, ഭയങ്കര സ്പീഡിലാണ് വീണത്. അതിൽ നിന്ന് ഞാൻ തിരിച്ചു കയറാൻ തുടങ്ങിയിട്ട് ഈ ഇരുട്ട് മുഴുവൻ മാറി ഒരു വെളിച്ചം. ഞാൻ പിന്നെ ഒരു വെളിച്ചം, ഒരു പീസ് ലാൻഡിലേക്ക്, ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ അതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത ഒരു സമാധാനം ഒരു വെളിച്ചത്തിനെ എൻകൗണ്ടർ ചെയ്തു. ആ രൂപമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ വെളിച്ചത്തിലേക്ക് വന്നപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ കാണുന്നത്, ഞാനായിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലാണ്. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. കാരണം യേശുവിനെ വിളിച്ചപ്പോൾ ആണ് അത് സംഭവിച്ചത്. ഹല്ലേലൂയ, യേശു ആരാധന. അങ്ങനെ അത് കഴിഞ്ഞ് മണിക്കൂറുകൾ എനിക്ക് എത്ര സമയം അങ്ങനെ പോയി അതിലിരിക്കേണ്ടി വന്നു എന്ന് എനിക്കറിയില്ല. കാരണം അത് നമുക്ക് ഒട്ടും സമയം പോയതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു പുതിയ ആളായിരുന്നു. എനിക്ക് ഞാനൊരു അതുവരെ ഉണ്ടായിരുന്ന എല്ലാം പഴയ ഞാൻ മരിച്ചുപോയി സത്യത്തിൽ. എനിക്ക് പിന്നെ തോന്നുകയാണ് അപ്പോൾ എനിക്കൊരു പൂജാമുറിയല്ല ഇത്, എൻ്റെ ഇടയിൽ ശ്വാസം മുട്ടി യേശുവിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇതൊന്നുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നോ? ഞാനിത് വേറൊരു ജന്മം പോലെയായി എൻ്റെ. അതായത് എനിക്ക് എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് എൻ്റെ ആപ്റ്റിറ്റ്യൂഡെല്ലാം മാറിപ്പോയി. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ മാറി, എൻ്റെ ടേസ്റ്റ് മാറി. എനിക്ക് സിനിമയും മ്യൂസിക്കും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുവരെ ഞാൻ അതിനു മുമ്പ് സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എല്ലാ സിനിമയും കാണാൻ പോകും, ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും കാണും ഞങ്ങൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സിനിമ കാണാൻ തോന്നിയിട്ടില്ല. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് എനിക്ക് TV, കാരണം എൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവത്തെ കിട്ടി. അതായത് എൻ്റെ ഉള്ളിൽ ആ സ്പേസ് ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞത്, അത് ഫില്ലായി. അതായത് എൻ്റെ ദാഹം തീർന്നു. എനിക്ക് ആ ദൈവത്തെ കിട്ടാനുള്ള ഒരു ക്രേവിങ് ഉണ്ടായിരുന്നത് എനിക്ക് കിട്ടി. ഇനി ഞാൻ അന്വേഷിക്കേണ്ട, എനിക്ക് കിട്ടി എന്ന് മനസ്സിലാവും. അത് യേശു ക്രിസ്തു ആണെന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ പിന്നെ തൊട്ട് എൻ്റെ അന്വേഷണത്തിന് വേറൊരു ടേൺ വന്നു. ആരാണ് യേശു ക്രിസ്തു? അതായത് ക്രിസ്ത്യാനി പറയണ ആളൊന്നുമല്ല യേശു ക്രിസ്തു, കർത്താവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ നയിക്കാൻ തുടങ്ങി. എന്നെ വചനത്തിനോടൊരു ഭയങ്കര ഇഷ്ടം വന്നു. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം ദൈവം തന്നെയാണ്. അപ്പോൾ ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വചനത്തിന് പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ആ വചനം മാംസം ധരിച്ചു, നാം അവരെ യേശു ക്രിസ്തു എന്ന് വിളിച്ചു. അപ്പോൾ ആ കൃപയും സത്യവും നിറഞ്ഞവനായി അവിടുന്ന് നമ്മുടെ ഇടയിൽ വസിച്ചത് യേശു ക്രിസ്തുവായ വചനമാണ്. അപ്പോൾ അത് എനിക്ക് എന്നെ അനുഭവത്തിൽ എന്നെ ആരും വചനം പഠിപ്പിച്ചില്ല. ഞാനൊരു കാറ്റഗിസം ക്ലാസ്സിലും പോയിട്ടില്ല, ഞാൻ OVBSന് പോയിട്ടില്ല, ഒന്നും. എന്നെ പരിശുദ്ധാത്മാവ് ഇരുത്തി വചനം പഠിപ്പിച്ചു. 3 ദിവസമൊക്കെ എന്നെ മാറിയിരുത്തി പ്രാർത്ഥിപ്പിക്കും. ടോട്ടൽ ഫാസ്റ്റിങ്ങിലും സൈലൻസിലും മാറിയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് 3rd ഡേ എനിക്ക് ഭയങ്കരമായ റെവലേഷൻസ് വരും. യേശു ആരാണ്, അതായത് ഓരോരോ ആംഗിള്. അത് അതിലേറ്റവും ആദ്യം കിട്ടിയത് സ്പിരിച്വൽ സീക്കേഴ്സിനുള്ള ആംഗിളാണ്. എന്തുകൊണ്ട് യേശു ക്രിസ്തു, എന്തുകൊണ്ട് യേശു മാത്രം വഴി,
എന്തുകൊണ്ട് മറ്റുള്ള അന്ന് എനിക്ക് മനസ്സിലായി, അതുവരെ ഞാൻ ഹോൾഡ് ചെയ്തിരുന്ന എങ്ങനെ പോയാലും ഏത് മതത്തിലൂടെ എങ്ങനെ അന്വേഷിച്ചാലും നമ്മളെത്തുക ഒരു സ്ഥലത്താണെന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്നുള്ളതും യേശുക്രിസ്തു മാത്രമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ട്രൂത്ത്, ദ വേ ആൻഡ് ദ ലൈഫ്. ഹല്ലേലൂയ. വഴിയും സത്യവും ജീവനും അവിടെ നിന്നാകുന്നു. അവിടെ നിന്നല്ലാതെ മറ്റൊരു വഴിയിലും ആകാശത്തിന് കീഴെ മറ്റൊരു നാമത്തിലും മനുഷ്യൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. അത് എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ആൻസറാണ് ആദ്യത്തെ അന്വേഷണത്തിൽ, ആദ്യത്തെ ആ 3 ദിവസത്തെ ഫാസ്റ്റിങ്ങിൽ എനിക്ക് കിട്ടിയത്. അത് ഡീറ്റെയിൽ ആയിട്ട് ട്രഷർ ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞ് പിന്നീട് ഒരുപാട് റെവലേഷൻസ് വന്നു. അതെല്ലാം വെച്ച് കർത്താവിൻ്റെ ഓരോ ഉപമകളുടെ ആഴങ്ങൾ, സത്യങ്ങൾ, kingdom of God and his first you seek the kingdom of God and his righteousness and everything shall be added unto you എന്ന് പറഞ്ഞ് ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം സകലവും ചേർക്കപ്പെടും എന്ന് പറഞ്ഞതെല്ലാം ആ ദൈവരാജ്യത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം, ദൈവിക നീതിയെക്കുറിച്ച് അറിയേണ്ടത്, ഇതെല്ലാം എന്നെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്ത റെവലേഷൻ വന്നത് സൈക്കോളജിയും ന്യൂറോളജിക്കൽ ട്രൂത്തും സയൻസൊക്കെ എങ്ങനെ, ജെനറ്റിക്സ്, ഇതൊക്കെ എങ്ങനെയാണ് ബൈബിളുമായിട്ട് അല്ലെങ്കിൽ സത്യദൈവമായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് ഇഴചേർന്നിരിക്കുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ റെവലേഷൻ. അതും പാരബിൾസിൻ്റെ എല്ലാം യേശു പറഞ്ഞ എല്ലാ ഉപമകളും ഒന്നെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ലോസ് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ സോൾ, 2 കാര്യങ്ങളുണ്ട്. അതായത് പലരും ഇപ്പോൾ ദൈവത്തെ ആരാധിക്കണത് മനസ്സുകൊണ്ടല്ല, ആത്മാവിലാണ് ആരാധന. ഹല്ലേലൂയ. അപ്പോൾ അത് ആ ഡിഫറൻസും ആ ലോസ് ഓഫ് ദ സ്പിരിറ്റും ഇതിൻ്റെ എല്ലാം ഭയങ്കരമായ ആഴങ്ങളാണ്. അപ്പോൾ ഞാൻ അതായത് എനിക്ക് മനസ്സിലായത്, ഞാൻ അതുവരെ മനസ്സിലാക്കിയതെല്ലാം തെറ്റാണെന്നല്ല, എനിക്ക് മനസ്സിലായത് എന്താ അറിയോ, ഞാൻ അതുവരെ മനസ്സിലാക്കിയ എല്ലാ സത്യങ്ങളുടെയും പിവട്ട്, ദ സെൻറ്റർ പോയിൻ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ യേശുക്രിസ്തുവാണ് സത്യം. ആ സത്യത്തിനെയാണ് ഞാൻ കണ്ടെത്തിയത്, ആ സത്യത്തെയാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടെത്തിയ സത്യത്തിൻ്റെ മുഴുവൻ നടുക്കുള്ള ആൾ, സെൻട്രൽ പോയിന്റ്, പിവട്ട് ഇസ് ജീസസ് ക്രൈസ്റ്റ്. അത് സയൻസ് ആയാലും ശരി, സൈക്കോളജി ആയാലും ശരി, ന്യൂറോളജി ആയാലും ശരി, അത് ഹിന്ദു സ്ക്രിപ്ചേഴ്സിനുള്ള അതൊരു ഭയങ്കര റെവലേഷനായിരുന്നു. 3ാമത്തെ റെവലേഷനാണ് ഹിന്ദു സ്ക്രിപ്ചേഴ്സ് എന്നുള്ളത്. അതായത് യേശുക്രിസ്തു, അത് ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്തൊരു റെവലേഷനാണ്. 3ാമത്തെ ദിവസം എന്നെ കാണിച്ചു തരികയാണ് വേദം 10ാം മണ്ഡലം 121 സൂക്തം 1ാം മന്ത്രം തൊട്ടുള്ള ആ ഭാഗം, അതുപോലെ ഓരോന്നിങ്ങനെ 90ാം സൂക്തം, 2ാം മന്ത്രം, 7ാം മന്ത്രം, ഇങ്ങനെ യജുർവേദം, ശതപഥ ബ്രാഹ്മണം, ഇങ്ങനെ എനിക്കിങ്ങനെ എഴുതി കാണിച്ചു തരാണ് പരിശുദ്ധാത്മം. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് സത്യത്തിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്നെ ഞാൻ നേരത്തെ ഉപാസിച്ചിരുന്നുകൊണ്ട് എന്നെ വീണ്ടും തെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട്, എന്നെ ഈ സത്യത്തിൽ നിന്ന് മാറ്റി കളയാൻ വേണ്ടിയിട്ടുള്ള ശത്രുവിൻ്റെ തന്ത്രം വല്ലതുമായിരിക്കും, എന്നെ വീണ്ടും ആ ബുക്കൊക്കെ എടുപ്പിക്കാനുള്ള ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ശാസിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കർത്താവ് പറയാം, അല്ല നീ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ അവിടെയും ഉണ്ട്, അത് നിനക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഇതെല്ലാം നീ എഴുതി വയ്ക്കുക, ഈ കാണുന്നതെല്ലാം എഴുതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ കൺവിക്ഷനിലേക്ക് വന്നത്. ഞാനിത് മുഴുവൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇറ്റ് ഡൗൺ, എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഒരു അന്വേഷണമാണ്. പിന്നെ അതിലെല്ലാം പല സ്ഥലത്തുനിന്ന് എല്ലാം ഇത് അന്വേഷിച്ച് ആമസോണിൽ നിന്ന്, പബ്ലിക് ലൈബ്രറികൾ, പല കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഓരോരോ സ്ഥലത്തുള്ള നമ്മൾ പല സ്ഥലത്തുനിന്ന് അതെല്ലാം കർത്താവ് തന്നെ കുറേ സോഴ്സ് ചെയ്തു വന്നു. അതെല്ലാം വെച്ച് ഞെട്ടിപ്പോകുന്ന റെവലേഷൻസാണ്. പുരുഷൻ, പ്രജാപതി, ഹിരണ്യഗർഭൻ എന്നുള്ള പേരിൽ മുഴുവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. യേശുക്രിസ്തുവിന് മാത്രമേ അത് മാച്ച് ആവുള്ളൂ. വേറെ ആർക്കും മാച്ച് ആവാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ, പെർഫെക്റ്റ്ലി അലൈനിങ്. ഞാൻ ഇംഗ്ലീഷിലൊരു ടെസ്റ്റിമോണിയൽ അതിൻ്റെ ചെയ്തത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ആഴത്തിൽ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ എല്ലാം ഒന്നും ഇപ്പം നമുക്ക് പറയാനുള്ള ഒരു സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ ആഴത്തിലേക്ക് പോകാത്തത്. എന്നാലും കുറച്ചൊക്കെ ഞാൻ പറയാം അതിൻ്റെ കൂടെ. പിന്നെ 4ാമത്തെ റെവലേഷനാണ്. അതും അതിൻ്റെ ഇടയിൽ യഹൂദൻ്റെ പോലുമുള്ള, അല്ലെങ്കിൽ എത്തീസ്റ്റിന് പോലും
ദൈവം ഉണ്ട് എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിലെല്ലാം കർത്താവ് ഇങ്ങനെ കാണിച്ച് പഠിപ്പിച്ചുകൊണ്ട് തന്നുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം തന്നെ എനിക്ക് നേരത്തെ എൻ്റെ ആത്മാന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2002 എനിക്കറിയാം, 2001-2 കാലഘട്ടങ്ങളിൽ എനിക്കറിയാം എനിക്കൊരു ബുക്ക് എഴുതാനുണ്ട്. അത് ദൈവത്തെക്കുറിച്ച് ഉള്ള അല്ലെങ്കിൽ ഞാൻ ഈ അറിയണ കാര്യങ്ങൾ ദൈവം അതെല്ലാം എനിക്ക് ബുക്കിലേക്ക് ആക്കാനുള്ളതുണ്ട്. പക്ഷെ പിന്നീട് എന്നിട്ട് ഞാൻ എഴുതാനൊന്നും തുടങ്ങിയില്ല. പിന്നീട് ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം 2018 സംഭവം. ആ സമയത്ത് വീണ്ടും എന്നോട് ഈ റെവലേഷൻസ് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അറിയിച്ചതെല്ലാം നീ ഒരു ചുരുളിൽ എഴുതുക എന്ന് പറഞ്ഞു. നിരന്തരമായിട്ട് എനിക്ക് ജെറമിയ 30:2 വാക്യമൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അത് എല്ലാം, അതായത് കർത്താവ് എന്നോട് സംസാരിച്ചത് ഈ അവസാനത്തെ റെവലേഷൻ, അതും ഒരു ഭയങ്കര ഞെട്ടിക്കുന്ന റെവലേഷനായിരുന്നു. സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് മനസ്സിലാവാത്ത ക്രിസ്തു എന്നുള്ള ഒരു ആംഗിളിലാണ്. അതായത് ശരിക്ക് ആരാണ് യേശു ക്രിസ്തു എന്ന്, അല്ലെങ്കിൽ ആ മാസീവ്നെസ്, വണ്ടർഫുൾ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളിൽ പലർക്കും ഒരു ടേസ്റ്റ് കിട്ടിയവർ പലരും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ എക്സൈറ്റ്മെൻറ്റോടുകൂടി അല്ലാതെ എങ്ങനെ ഈ കർത്താവിനെ പറ്റി, ഈ തേൻ കരിമ്പിനെ കുറിച്ച് പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ അത് മുഴുവനും, അതായത് അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇത് സത്യത്തിൽ ഇത് കിട്ടിയിട്ട് ഇതെന്താ ആർക്കും ഇതല്ലല്ലോ ആൾക്കാർ പ്രസംഗിക്കണമെന്നൊന്നും ഇതല്ലല്ലോ കൂടുതൽ, ഇതെങ്ങനെയല്ലല്ലോ ആൾക്കാർ പറഞ്ഞു കേൾക്കണമെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ഒരു ശുശ്രൂഷകൻ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സത്യത്തിൽ എനിക്ക് കിട്ടിയ തിരിച്ചറിവുകളെല്ലാം ദൈവം തന്നെ, കർത്താവ് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ലിസ്റ്റ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്നുള്ളതും, ഹോപ്പ് ഓഫ് ഗ്ലോറി ക്രൈസ്റ്റ് ലിവ്സ് ഇൻ യു എന്നുള്ളതും, അതായത് സ്പിരിച്വാലിറ്റിയെ റീഡിഫൈൻ ചെയ്യത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ അതിനു മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം ഈ ആത്മീയം അല്ലെങ്കിൽ ആത്മീയർ എന്ന് നമ്മൾ പറയണ, അതിനു മുന്നേ ഞാൻ പോയ വഴികൾ മുഴുവൻ ആത്മീയ വഴികൾ എന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെയാണ്. ആത്മാവുണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ സ്പിരിറ്റ്. പക്ഷേ ഇതൊന്നും ഗോഡ്ലി സ്പിരിറ്റ് അല്ല, ഇത് ഹോളി അല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക്, അത് എന്താണ് വ്യത്യാസം, അതെല്ലാം ഇങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ബുക്കിൽ ക്ലിയർ ആയിട്ട് എന്തുകൊണ്ടല്ല ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തു ആവുന്ന ആ സത്യ വെളിച്ചത്തെ അങ്ങനെ ആഴത്തിൽ ഓരോരോ തലങ്ങളിൽ ആഴത്തിൽ ഇത് കൊണ്ടുപോയി എന്ന് മാത്രമല്ല കേട്ടോ, അതിന് കർത്താവ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ചിന്ത, കർത്താവ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനെ സൗഖ്യമാക്കി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. കർത്താവ് സൗഖ്യം തന്നു കഴിഞ്ഞിട്ടുണ്ട്, നന്ദി പറഞ്ഞ് സ്തുതി പറഞ്ഞ് പ്രാപിക്കുകയാണ് വേണ്ടത്, അത്രയേ ഉള്ളൂ. അപ്പം നീ അതോർത്ത് കരയരുത്, അതോർത്ത് ഇനി അത് കിട്ടേണ്ട ഒരു കാര്യമാണ് എന്നല്ല, അത് കിട്ടിക്കഴിഞ്ഞ ഒരു കാര്യത്തിന് നന്ദി പറഞ്ഞ് കറക്റ്റ് സമയത്ത് അത് മാനിഫെസ്റ്റ് ചെയ്തോളും. നീ എൻ്റെ പിന്നാലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരിക എന്നുള്ള ഇത് കഴിയുന്നത്ര പാലിക്കാൻ, എല്ലാം പാലിക്കാൻ പറ്റി. ഞാൻ പലപ്പോഴും എനിക്ക് പാലിച്ചു പറ്റിയിട്ടുണ്ടാവും. കർത്താവിൻ്റെ കൃപയാലെ, ഗ്രേസാണ് എല്ലാം ചെയ്തത്. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തു. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. അതായത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം കുറേ നാൾ വർക്ക് ചെയ്തില്ലെങ്കിലും പിന്നീട് ഞാനൊരു 2011 തൊട്ടിട്ട് പേഷ്യൻസിനെയൊക്കെ നോക്കാൻ തുടങ്ങി. അതുപോലെ ജുവനൈൽ ഹോമിൻ്റെ സൈക്കോളജിസ്റ്റായിട്ട്, ഗവൺമെൻറ്റിൻ്റെ ജുവനൈൽ ജസ്റ്റിസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈക്കോളജിസ്റ്റായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം കോട്ടയത്ത് ഹോമിലും പിന്നെ എറണാകുളത്തെ ഹോമിലും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ കോട്ടയത്തെ ഹോമിലൊക്കെ ആണെങ്കിലും ആ സമയത്തൊക്കെ ഈ കുട്ടികൾ ഈ കഞ്ചാവൊക്കെ കടത്തിയോണ്ടൊക്കെ തരം സബ്സ്റ്റൻസ് അബ്യൂസിലൊക്കെ വന്ന കുട്ടികളൊക്കെ, അവരൊക്കെ ചിലരൊക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ,